അപ്പം ചങ്ങായിമാരെ നമ്മളിന്നതാ ഒരു ബാത്റൂമിൻ്റെ പണിയാട്ടെന്ന്. ഇത് ടോയ്ലറ്റും ഒരു കുളിമുറിയുള്ള ഒരു പഴയ ബാത്റൂമാണ്. ഇത് ഞങ്ങൾ പൊട്ടീന് ചുമരുന്ന് വിള്ളൽ വന്നിട്ട് ഇത് സീനായി നിൽക്കുകയാണ്. ആകെ അരപ്പായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗം നോക്കി നിങ്ങൾ കണ്ടോ, ഇവിടെ ഈ ചുമരിൻ്റെ ഈ ഭാഗം നോക്കിട്ടോ. പഴയ ചുമരും ഈ കൂട്ടിച്ചേർത്ത് പടുത്തതായതുകൊണ്ട് അവിടെ ക്ലാമ്പ് കൊടുത്തിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വിള്ളൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുള്ള ആകെ വൃത്തികേടായിരുന്നുകൊണ്ട് നമ്മളിത് പൊളിച്ചിട്ട് രണ്ടാമത് പുതിയ കട്ട വെച്ച് പടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡോറുണ്ട്, ഡോറ് സ്ക്രൂ ചെയ്തിട്ടുള്ളതാണ്. നമ്മളത് കഴിച്ചെടുത്ത്, ഡോർ നല്ല ഡോറാണ്, അപ്പോൾ അത് അവിടെ തന്നെ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഡോറ് കഴിച്ചെടുത്തതിൻ്റെ സൺസൈഡിന് മുകളിൽ കുറച്ച് ഓട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടി പോകണ്ടെന്ന് കരുതിയിട്ട് ആ ഓടൊക്കെ നമ്മൾ എടുത്ത് ഇറക്കണം കേട്ടോ. കാരണം അവിടെ അതുപോലെ തന്നെ നമുക്ക് അവിടെ വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിൽ സീറ്റ് ഇട്ടിരുന്ന് ഇനി നമ്മളിത് വാർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓടിഞ്ഞ് അവിടെ പൊട്ടിപ്പോയിട്ടൊരു പ്രയാസം ഉണ്ടാകണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഓട് മുഴുവൻ അവിടെ നിന്ന് എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓട് മാറ്റി കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി നമുക്ക് ചുമരുകൾ ഓരോന്ന് എടുക്കുകയാണ്. ഇന്നത്തെ പണി കേട്ടോ മക്കളെ, ഒരു ബാത്റൂം നമ്മൾ പൊളിച്ചടക്കാം. ആകെ വിള്ളൽ വന്നിട്ടുണ്ട്, ഒക്കെ ആകെ പൊളിച്ചടക്കി നമ്മൾ രണ്ടാമത് കെട്ടി കൊടുക്കാനുള്ള പരിപാടി മൊത്തം സെറ്റാക്കാണ്. ഇതിൻ്റെ ഹോളോഡിക്സ് പടവാണ് പഴയത്. അപ്പോൾ അതിന് മുകളിൽ തേപ്പൊക്കെ വന്നതായതുകൊണ്ടേ അത് പൊളിച്ചിട്ട് കറക്റ്റ് ഏതായാലും കിട്ടൂല. തേപ്പ് കഴിഞ്ഞാൽ ഹോളോഡിക്സ് എന്തായാലും കിട്ടില്ല, പൊടിഞ്ഞേ കിട്ടുള്ളൂ. ആദ്യം ഞങ്ങൾ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട് കറക്റ്റ് കിട്ടുമെന്നുണ്ട്, പക്ഷേ എന്തായാലും കിട്ടുന്നില്ല. ഒക്കെ വക്ക് പൊട്ടി മൂല പൊട്ടിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഒന്നായിട്ട് അടിച്ച് പൊളിച്ച് എടുക്കുകയാണ്. ഏതായാലും ഉപയോഗത്തിന് പറ്റില്ല. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ മുറ്റത്ത് സൈഡ് കെട്ടാനോ അങ്ങനത്തേനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നായിട്ട് ഇടിച്ച് പൊളിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ പോളി ഏകദേശമൊക്കെ തീരുമാനമായിട്ടോ. ബാത്റൂമിൻ്റെ സൈഡ് ഇനി കുളിമുറിയും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ പൈപ്പ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഒഴിവാക്കിയിട്ടൊക്കെ മാറ്റണം. അപ്പോൾ ഞാൻ അവിടെ തൽക്കാലം അതിൻ്റെ ആ ഒരു ഭാഗത്ത്, പുറത്തൊരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അടുത്ത പൈപ്പ് വേറെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൽക്കാലം ഇത് നമ്മൾ മാറ്റണം. ഇനിയിപ്പോൾ ഈ രീതിയിലല്ല നമ്മൾ പൈപ്പ് കൊടുക്കുന്നത്. ഷവറും കാര്യമൊക്കെ സെപ്പറേറ്റ് ആയി കൊടുക്കാണ്ട്, ബാത്റൂമിൻ്റെ പൈപ്പ് ഫിറ്റ് ചെയ്യാണ്ടൊക്കെ ഉണ്ട്. ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആക്കാം. ക്ലോസറ്റ് അടക്കം നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞു, പൊളി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പഴയ ടൈൽസ് ഉണ്ട്, അതൊക്കെ പൊളിച്ച് ഒഴിവാക്കിയിട്ടൊക്കെ പുതിയ ടൈൽസ് കയറണം, അതാണ് പരിപാടി. പഴയ ടൈൽസൊക്കെ കൊത്തിയെടുക്കുകയാണ്. ഏതായാലും ടൈൽസ് പൊളിച്ചാൽ കറക്റ്റ് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളത് മൊത്തം ബിക്കാസ് ഉപയോഗിച്ച് പൊളിച്ച് ക്ലിയറാക്കി എടുക്കാം കേട്ടോ. അടുത്ത പരിപാടി ബാത്റൂമിൻ്റെ കുഞ്ചി കുടുക്ക പൊതിക്കുക, നേരെ പുറത്ത് കൊടുക്കുക. വേറെ ഫ്രഷ് സാധനം ഫിറ്റ് ആക്കുക അല്ലേ. പുതിയ കുഞ്ചി കുടുക്ക മണ്ണ് പൈപ്പ് വേണം സാധനം വെച്ച് അടക്കണം. ചാക്കുണ്ട്, ചാക്കുണ്ടെന്ന ചാക്ക് ഉറക്കാൻ വേണ്ട. അങ്ങനെ നമ്മൾ ക്ലോസറ്റൊക്കെ മാറ്റിയിട്ടോ. കുഞ്ചി കൊടുക്കാന്ന് നമ്മൾ പറയാം ക്ലോസറ്റ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇനി തേപ്പ് കാനൊക്കെ ഒന്ന് പൊട്ടിക്കാണ്. കാരണം ഈ പഴയ തേപ്പൊക്കെ വെള്ളം നഞ്ഞിട്ട് ഇവിടെ മൊത്തം ഇളകിയോണ്ട് തേപ്പ്. അപ്പോൾ ഇളകിയ തേപ്പുകൾ മൊത്തം പൊട്ടിച്ചെടുക്കാം. മുഴുവനായിട്ട് തേപ്പ് പൊട്ടിക്കുന്നില്ല, കേടുപാട് കുടുങ്ങിയ ഭാഗം മൊത്തം തേപ്പ് പൊട്ടിച്ച് മാറ്റുക കേട്ടോ. ഇനി അതാണ് അടുത്ത പരിപാടി. കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പടുക്കണം. അങ്ങനെ കുറേ പണികളുണ്ട് ഇവിടെ. മൊത്തം നമ്മൾ തന്നെയാണ്, പൊളി, പടവ്, തേപ്പ്, പ്ലംബിങ് ഇങ്ങനെ തുടങ്ങി സകലമാന വർക്കുകളും ഓൾറൗണ്ടാണല്ലോ നമ്മൾ. ഓൾറൗണ്ട് എല്ലാം പോകും. ബാത്റൂം ഇതേമാതിരി ഫിനിഷാക്കി നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ഇവിടെ. ഓക്കെ,
അപ്പോൾ എന്തായി പോളി കംപ്ലീറ്റ് ആയിട്ടോ. നമുക്കിത് ഫുള്ളൊന്ന് ക്ലിയർ ആക്കിയാൽ കട്ടിറക്കിയിട്ടുണ്ട് 4 ഇഞ്ചിൻ്റെ ബ്രിക്സ് അങ്ങനെ പടുത്ത് ചുമരാക്കുക, തേച്ചെടുക്കുക, ഫിനിഷ് നേരത്തായിട്ട്. മാണെങ്കിൽ സ്കൂൾക്ക് പോയിട്ട് 2 വർഷം പഠിച്ചോ, അല്ലെങ്കിൽ എൻ്റെ ഓൻ്റെയും ഭാര്യക്കുളത്തിൽ പണിക്കാർ അല്ല ഓഫീസിൽ AC കുത്തുന്ന പണിക്കുന്നുണ്ടെങ്കിൽ സ്കൂൾക്ക് കഴിക്കോ. ഇതേമാതിരി കൈക്കോട്ട് ഞാനത് എടുക്കും, ഞാൻ ഒരു കല്ല് എടുക്കും. എങ്ങനെയാലും കിട്ടൂല കിട്ടുക നോക്കില്ല. ആ ചെങ്കല്ലാണെന്നുണ്ടെങ്കിൽ കിട്ടും. ഒന്നാമത് തേപ്പ് കയറേ. അതെ, അതായത് പ്രശ്നം. നമ്മളെ കുളിമുറിൻ്റെ പക്കൂസിൻ്റെയും പടവ് പൊളി കഴിഞ്ഞ് പടവ് തുടങ്ങിയിട്ട് മാറി ഇട്ടുണ്ട്. തൂക്കം മൂല റെഡിയാക്കാൻ ഇനി ഫുള്ള് പടുത്ത് നമ്മൾ സെറ്റാക്കാണ്ട് അതേമാതിരി ഉള്ളിൽ തേക്കണം. പോസിറ്റ് നമ്മൾ ഇട്ട് വെച്ചാൽ അത് വെക്കാണ്ട് പണി കണ്ടമാനം ഉണ്ടാക്കണം. അപ്പം ഇന്നത്തോടെ നമ്മൾ പരിപാടി തീരോ നോക്കാം. ഇത് തീരോ ചാൻസ് കുറവല്ലേ? ഇന്നും തീരാൻ ചാൻസ് കുറവായി. കാരണം തീർക്കണമല്ലോ. വീഡിയോ മാത്രം അതിനകത്ത് ഇതാക്കിനോ അല്ലെങ്കിൽ ഫോട്ടോ വെക്കും. കുറച്ച് അപ്പോൾ കാണുന്നു. എല്ലാവരും ഇട്ടോ ആ ഫോണിൻ്റെ നടുവിലൊന്ന് നല്ലൊന്നും തൊട്ടെടുത്താ കേട്ടോ. നമ്മളെ ഇന്നത്തെ പണി അവിടെ നിർത്താൻ പോവാൻ നമ്മൾ 6:30 7 മണിയാകുമ്പോൾ എത്തിയിട്ട് 2:30 3 ആയിരിക്കും ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് പിന്നെ പോളിയും തൊക്കവാടായതുകൊണ്ടേ 5 വരി കല്ല് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 വരിയും കൂടി വെക്കാനാണ് നൂറിൽ. പിന്നെ വാർപ്പാട്ടോ എന്നിട്ട് നാളെ നമ്മൾ 5 വരി വെച്ചിട്ട് മറ്റന്നാൾ നമ്മൾ വാർക്കുള്ള പരിപാടി വെക്കും. ഓക്കെ, നമ്മൾ മാറിയും തൂക്കൊക്കെ ഒന്ന് കാണിച്ചിട്ട് എന്താ അതിൻ്റെ ഫിനിഷിങ് ഒരു വാരേക്കാറ് വാര. അങ്ങനെ നമ്മളെ പടവുകളൊക്കെ കഴിഞ്ഞു എന്നല്ല, ഇന്നത്തെ നമ്മൾ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ നോക്കാം, നമ്മൾ 6 വരി പിന്നെ ചിലയിടത്ത് 7 വരിയൊക്കെ ആക്കിയിട്ടുണ്ട്. നേരത്തെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ 6 മണി 6:30 ആകുമ്പോൾ ഇറങ്ങും. 2:30 3 വരെയൊക്കെ എടുക്കുക. അപ്പോൾ സമയം 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ എങ്ങനെയുണ്ട്? ബാക്കി നമുക്ക് നാളെ സെറ്റാക്കിയിട്ട് മറ്റന്നാൾ നമ്മൾ എന്ത് ചെയ്യും, കോൺക്രീറ്റും ചെയ്യാനുള്ള പരിപാടി ആയിട്ടുള്ളത്. പടവൊക്കെ നല്ല സൂപ്പറായില്ലേ.